എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി. 2018 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇനി ഒരു ഡോക്ടർമാരെയും കാണാനില്ല. ലാസ്റ്റ് മൂവാറ്റുപുഴയിൽ സെബൈൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, ഒന്നെങ്കിൽ നിങ്ങൾ കുട്ടികളെ ദത്തെടുക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ ഗർഭം ധരിച്ച് കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ സെബൈൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 100% 2 പേർക്കും കുട്ടികളുണ്ടാവില്ല എന്ന് 100% ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവിടുന്ന് പോരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ആരും മുഖത്ത് ഞാൻ കരയോ, എൻ്റെ വിഷമം കാണിക്കോ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. കുട്ടികളില്ലാത്തത് പലരും പല പ്രാവശ്യം എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവർക്ക് ചിരിച്ചുകൊണ്ട്, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ സുഖം തേടിയിട്ടാണ്, പക്ഷെ നമുക്കറിയുള്ളൂ നമ്മുടെ വിഷമം എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ പോന്നു. ഞാൻ പേരാമംഗലം അക്ഷയയിൽ ജോലി ചെയ്യുന്നതാണ്. അവിടെ ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ എൻ്റെ കൂടെ കൃപാസനത്തിലേക്ക് പോയോ, നമുക്ക് എന്തായാലും ഉടമ്പടി എടുക്കുന്നേ, കിട്ടുമോ കിട്ടില്ല എന്നല്ല, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു 2 വർഷത്തിൻ്റെ ഉള്ളിൽ നിനക്ക് ഒരു കുഞ്ഞിനെ കിട്ടും, അതുവരെ ഞാൻ മുടങ്ങാതെ കൃപാസനത്തിൽ പോയിരിക്കും നിനക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏലിയാമ്മച്ചോട് പറഞ്ഞു, ഏലിയാമ്മച്ചി അത് വെറുതെയാ, ഇത്രയും വലിയ ഡോക്ടർമാർ പറഞ്ഞില്ല, പിന്നെ എന്തിനാ വായോന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഏലിയാമ്മച്ചി ഈ കൃപാസനത്തിൻ്റെ പടിയിലേക്ക് കൊണ്ടുവന്നത്. വന്നിവിടെ ഉടമ്പടി എടുത്തു. അച്ഛൻ തലതൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ എല്ലാവരും തലയും തൊട്ട് വേഗം ഒരു 2 മിനിറ്റ് ഇങ്ങനെ കൈവച്ച് പോവുക ചെയ്യണേ. അപ്പം ഞാൻ അച്ഛൻ എന്നെ കണ്ടിട്ടാണ് ചോദിച്ചത്, എന്താ വിഷമം ചോദിച്ചു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇത്ര വർഷമായി, 13 വർഷം കഴിഞ്ഞ് എനിക്ക് പിള്ളേരായിട്ടില്ല അച്ഛാ, ഡോക്ടർമാരൊക്കെ ഇങ്ങനെയാണ് പറയണേന്ന്. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞാൽ എന്താണെന്നറിയോ, മോളെ നീ വിഷമിക്കണ്ട, നിനക്ക് കുട്ടികളുണ്ടാവും, ഞാനാ പറയണേന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് എല്ലാവരും എത്ര കളിയാക്കിയാലും ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് നീ കുഞ്ഞിനെ തരണം, നീ തരുന്ന കുഞ്ഞിനെ ഒരു കുഴപ്പമൊന്നുമില്ലാത്ത കുഞ്ഞ് ആയിരിക്കണേ തരാൻ വേണ്ടിയിട്ടെന്ന്. 2018 ഓഗസ്റ്റിൽ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു പോയി. 2019 ഞാൻ വിശേഷമായി ദൈവാനുഗ്രഹിച്ച് ഞാൻ വിശേഷമായത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. പല പ്രാവശ്യം വിശേഷമായപ്പോൾ റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പോലും അറിയാണ്ട് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തലകറങ്ങി വീണത്. അപ്പം ഞാൻ വിചാരിച്ചു ഷുഗർ കൂടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് അതിന് മൈൻഡ് ചെയ്തില്ല. പിന്നെയാണ് ഡോക്ടറെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് പറയുന്നു. അങ്ങനെ യാതൊരു കുഴപ്പമില്ലാണ്ട് എന്താ പറയുക, എനിക്കൊരു കുഞ്ഞിനെ 2020 ജൂലൈ 26 എനിക്ക് മാതാവിൻ്റെ ദിവസം തന്നെ, നമ്മുടെ അന്നമാതാവിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് ഒരു കുഴപ്പം, ഡോക്ടർമാർ ആദ്യം പറഞ്ഞു ഓപ്പറേഷൻ ആവുമെന്ന് പറഞ്ഞു. പ്രസവത്തിൻ്റെ ദിവസം അടുത്ത് വന്ന് 8 കടന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പ്രസവമായിരിക്കും, ഓപ്പറേഷൻ വേണ്ടി വരില്ല ലിബിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കൂടാതെ എനിക്ക് എൻ്റെ മാതാവ് ഒരു നല്ലൊരു ഓമനക്കുടത്തിന് എനിക്ക് തോന്നുന്നു. മാതാവേ നന്ദി, യേശുവേ സ്തുതി.